മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും എന്ന നോവലിൽ നിന്ന് സ്ലേറ്റും പുസ്തകങ്ങളും അടുക്കി പിടിച്ച് ലില്ലി ഓടി. അവളുടെ മുഖത്ത് മഴത്തുള്ളികൾ വീണു. എങ്കിലും പുസ്തകങ്ങൾ നനയാതെ മാറോട് ചേർത്ത് പിടിച്ചു. ഗ്രേസി, ഞാനും കൂടി, അവൾ യാചിച്ചു. അവൾ ഗ്രേസിയുടെ കുടക്കീഴിൽ കയറാൻ ശ്രമിച്ചു. കുട്ടി, ഇപ്പൊ എനിക്ക് മനസ്സില്ല, ഗ്രേസി തീർത്ത് പറഞ്ഞു. ലില്ലി പൊട്ടിക്കരഞ്ഞു. ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെ നിങ്ങൾക്ക് ഈ കഥ വായിച്ചു തീർക്കാൻ കഴിയില്ല. പറഞ്ഞു വരുന്നത് മലയാള ബാലസാഹിത്യത്തിലെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും എന്ന നോവലിനെ കുറിച്ചാണ്. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ നോവലാണിത്. അവർക്ക് അച്ഛനമ്മമാരില്ല. പേരമ്മയാണ് അവരെ വളർത്തുന്നത്. പേരമ്മ എന്നും വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ഒരു ദിവസം നല്ല കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്വന്തം സഹോദരിക്ക് കൊട കൊടുക്കാത്ത ഗ്രേസിയുടെ നെറ്റിയറിഞ്ഞു പൊട്ടിച്ച ബേബി നാടുവിടാം എന്ന് തീരുമാനിച്ചു. തിരിച്ചു വരുമ്പോൾ കുഞ്ഞിപ്പെങ്ങൾക്ക് ഒരു കുട കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഈ കഥയുടെ അവസാനം ബേബി ഒരു ഡോക്ടർ ആകുകയും ലില്ലിയുമായി കണ്ടുമുട്ടുകയും ചെയ്തു. ബേബിയുടെ ആഗ്രഹം സഫലമാകുകയും ചെയ്തു. സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെ മഹത്വത്തിലേക്ക് കുട്ടികളെ കൈപിടിച്ചുയർത്തുന്ന രചനയാണ് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും എന്ന ഈ നോവൽ. എല്ലാവർക്കും വായനാ വാര ആശംസകൾ.